സുഹൃത്തുക്കളെ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഇത് കണ്ടോ, ഇവിടെ ഒരു വലിയ ഇറിഗേഷൻ പ്രോജക്റ്റാണിത്. അതായത് പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ്. ഇത് സ്റ്റാർട്ട് ചെയ്ത വർഷം 1968-ലാണ്. 62-ലാണ് എൻ്റെ ജനനം. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ സൈസ് ഒക്കെ എഴുതിയിട്ടുള്ള ബാരൽ 2.46 മീറ്റർ ഇൻറ്റു 2.46 മീറ്റർ. ഇതിൻ്റെ ഈ വലിപ്പം ഈ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് വളരെ നീളത്തിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ അയിരൂർ ചെറുകോൽ ഗ്രാമപഞ്ചായത്തുകളിലെ ഇറിഗേഷൻ പ്രോജക്റ്റാണിത്. ഇതിങ്ങനെ നീളത്തിൽ ഇതിൻ്റെ മുകളിൽ കൂടെ റോഡുമുണ്ട്. ഇതിനകത്ത് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് കൊണ്ടുപോകും. അത്യാവശ്യം സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പിന്നീട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 2018 പാടശേഖരങ്ങളുടെ ഒരു സംരക്ഷണ പദ്ധതി നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേഡിയം, അതാണ് പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ. ഇവിടെ ഒരു പള്ളിയുണ്ട്, ലൂർദ് മാതാ ചർച്ച് അയിരൂർ എന്ന് പറയും ആ പള്ളി. നമ്മൾ താഴെ നിന്ന് കണ്ട കനാലാണ് ഈ കാണുന്നത്. അവിടെ കണ്ട വെള്ളമില്ല, തീരെ വെള്ളമില്ല. കനാൽ ഇങ്ങനെ കയറി വരും. ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് വന്നാണ്, വണ്ടിയിൽ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇതുവഴിയായി ഇങ്ങനെ കയറി തന്നെ. ഇവിടെ പള്ളിയുണ്ട്, പള്ളിയുടെ നല്ലൊരു വീടുണ്ട്. നമ്മൾ ഈ കനാലിൽ കൂടെ കയറിയ ഒരു പാടശേഖരത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കും. ഇത് കണ്ടോ, അതിൻ്റെ ലോങ് വ്യൂ സ്റ്റേഡിയത്തിൻ്റെ മേളിൽ, കനാലിൻ്റെ മുകളിൽ നിന്നുണ്ടോ വ്യൂവാണ്. അപ്പോൾ താഴെ മുമ്പ് കനാലിൻ്റെ താഴെ നിന്നാണ് ഫോട്ടോ എടുത്തത്. കനാലിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ എന്തോ ബസ്സുകളോ വണ്ടികളൊക്കെ ഇടാനുള്ള ഒരു ഓർച്ചാന്ന് തോന്നുന്നു പണിയുന്നു. പാടശേഖരമാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. തൊട്ടപ്പുറത്ത് ഇവിടുന്ന് ഈ പാടശേഖരം, ഇവിടെയൊക്കെ പണ്ട് കൃഷികളുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് അത് അന്ത്യാളങ്കാവ് ചെറുകോൽ പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. അങ്ങ് ദൂരെ കാണുന്നത് ആ മല. ഇത് ഇങ്ങോട്ട് ചെന്ന് ചെറുപ്പുഴ ജംഗ്ഷൻ ചെല്ലും. ആ റോഡ് ഇതിപ്പം ഇങ്ങനെ ഈ കനാലിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ പാടശേഖരങ്ങളാണ് ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. ഈ പാടശേഖരങ്ങൾ ഇവിടെ തന്നെ വെള്ളം വരാനുള്ള സോഴ്സ് എല്ലാം ഉണ്ട്. വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് എപ്പോഴും സദാസമയം. അപ്പോൾ ഇവിടെ കൃഷി ചെയ്താൽ നല്ലതായിട്ട് കൃഷി ചെയ്യുകയും ചെയ്യാം. വശങ്ങളിലൊക്കെ വേണേൽ തെങ്ങ് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. നല്ലപോലെ പാടം അറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നെല്ല് കൃഷിയും തെങ്ങും പിന്നെ മറ്റിട കൃഷിയായിട്ട് വല്ല പച്ചക്കറിയും ഒക്കെ നടാൻ പറ്റിയ ഭൂമിയാണ്, ഫലഭൂഷ്ടമായ ഭൂമിയാണ് ഈ അയിരൂർ കഥകളി ഗ്രാമം വില്ലേജിൽ അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ ഇങ്ങനെ വേസ്റ്റ് ലാൻഡായിട്ട് കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. ഇതാണ് ഇത് ഇങ്ങനെ ഒഴുകി വരുന്ന ആ ചെറിയ പാത്തി പോലെ ഉണ്ടോ വെള്ളം വരുന്ന ആ ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. ഇതാണ് നല്ല പ്രകൃതി രമണീയമായ അയിരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആ ഭാഗമാണ്. അത് ഉപയോഗപ്രദമാക്കിയെടുത്താൽ കുറച്ച് തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് അവിടെ കൂലി കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അവർക്ക് അതിനുള്ള നടപടിയുണ്ട്, അതിനുള്ള അലവൻസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇവിടെ ചെയ്ത് കൃഷി എടുക്കുവാൻ സമയത്തിന് പിന്നെ അത് വിൽക്കുവാനുള്ള പ്ലാറ്റ്ഫോം നമ്മൾ കാണണം. അത് തീർച്ചയായിട്ടും പഞ്ചായത്ത് ഗവൺമെൻറ് ലെവലിൽ ഇടപെട്ടാൽ ഇവിടെ മില്ലുകാർക്ക് അത് വിൽക്കാനും സാധിക്കും. നല്ല ക്വാളിറ്റി അരി വേണം. കഴിഞ്ഞ 2 വർഷം മുമ്പ് 30 പറ അരി എടുത്തത് മോശം ക്വാളിറ്റിയാണ്. അത് എടത്തുവായിൽ നിന്നൊക്കെ തകഴിയിൽ നിന്നൊക്കെ വന്നാണ് ഇവിടെ പുഞ്ചകൃഷി ചെയ്തതെന്ന് പറയുന്ന ആൾക്കാർ, എക്സ്പെർട്ടായിട്ടുള്ള അവരെന്തോ അത് കൃഷി എടുത്തു വന്നപ്പോൾ വളരെ മോശം അരിയാണ് കിട്ടിയതെന്ന് പറയുന്നത്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതല്ല മനുഷ്യൻ. അപ്പോൾ അങ്ങനെ അത് ഉപേക്ഷിക്കുകയായിരുന്നു. വീണ്ടും അത് തുടങ്ങാനിരിക്കുന്നു. നല്ലതായിട്ട് വരട്ടെ ഭാവി അയിരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ. കഴിഞ്ഞ മുമ്പത്തെ വർഷം കൃഷി ചെയ്തോ? ആണോ? ഈ കാണുന്ന പുഞ്ചയാണോ? ആണോ? അതെന്താ നിങ്ങളെല്ലാം കൂടെ അല്ലേ ഇട്ട്? പിന്നെ കൃഷി കൊയ്യാനാണില്ല, കൊയ്യാനാണില്ല. ഇതല്ലേ ഈ മെഷീൻ? JCB നമ്മുടെ ഇത് വർക്കിംഗ് അല്ലേ? ആണല്ലേ? പിന്നെ ആ കൃഷി ചെയ്തോട്ടു. ഒടുവിൽ ഞങ്ങളെല്ലാം പോയി കൊയ്തെടുത്തു. കാശിന് കൊള്ളത്തില്ല ഈ അരി. ഞങ്ങൾ പുഴുങ്ങി കുത്തി കാശിന് കൊള്ളത്തില്ല. വെള്ളരിയാണ് ഒരു വായിക്കും കൊള്ളത്തില്ല. ഈ ബേന്ന് പറഞ്ഞുണ്ടല്ലോ ഇങ്ങനെ അങ്ങ് മലക്കും. അയ്യോ, അതിന്റെ ഇവിടുത്തെ കൃഷി ചെയ്ത് അവർ പൈസ അടിക്കാൻ വിത്തിന്റെ മോശക്കേട്. വിത്തിന്റെ മോശം പറഞ്ഞാൽ ചുമ്മാ കൊണ്ട് ഒരു വിത്ത് കൊടുത്തു. ഓ, അതെപ്പോഴാ? ഈ കഴിഞ്ഞ വർഷമാണ്. എന്നിട്ട് ഈ വർഷം പിന്നെ ഇറക്കുമെന്ന് പറയുക എന്നൊക്കെ ഇപ്പോൾ കമ്മിറ്റി പേപ്പർ ഉണ്ടായിരുന്നു. കമ്മിറ്റി കൂടി എന്തോ പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിന്. എന്നാൽ 4 പേർക്ക് എന്തെങ്കിലും പ്രയോജനം ഉള്ളാകുന്ന രീതി വേണ്ടേ അല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ല, ഇത്
ഒരു തുകയുണ്ട്. ആ ആ തുക കൃഷിഭൂമിയാണെങ്കിൽ കിട്ടും, കിട്ടും. ലാൻഡ് കിട്ടും. ആ അത് വാങ്ങിക്കാനുള്ള പരിപാടി ചെയ്തും പിന്നെ കഷ്ടമാണ്. കാശടിക്കാൻ കണ്ടോ? ചെയ്യുന്നത് നഷ്ടമില്ല. അവന് ഈ പിന്നെ പൈസ ഇത് കിട്ടും, നമ്മുടെ സബ്സിഡി. ആ അവന് സർക്കാർ പൈസ കൊടുക്കും. ഇത് ഗ്രാമപഞ്ചായത്ത് അരൂർ 2005 ഗ്രാമീണ ഈ തോട് ശരി തൊഴിലുറപ്പ് പദ്ധതി. ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാർക്കൊക്കെ ദിവസവേതനം കണക്കിന് ചെയ്താൽ അവർക്ക് പണി ചെയ്യാനും കുഴിക്കാനും ഒക്കെ ആളിനെയൊക്കെ കിട്ടും. പക്ഷേ ശരിയാക്കി ഈ തോട്. അതെല്ലാം വീതം വെച്ച് എടുക്കുമായിരിക്കും പൈസ. എന്തോ ചെയ്യാൻ പറ്റും. ഇത് ഈ തോട്ട് കണ്ട വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ കൃഷിക്ക് ഒരു പ്രശ്നമില്ല. ഈ ഞാൻ പറഞ്ഞില്ലേ, ഇത് വർഷങ്ങളായി നൽകുക. ശരിയായിട്ട് ചെയ്യും, വർഷത്തിൽ 2 പ്രാവശ്യം കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടങ്ങളാണ്. ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇവിടെയൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളത്. വേണ്ട ഈ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ബസ്സൊക്കെ ടൂറിസ്റ്റ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈ മതിൽക്കെട്ട് കാണുമ്പോൾ ഈ തൂണുകളെ, ഇത് ഈ സ്റ്റേഡിയത്തിൻ്റെ എൻട്രി ഭാഗമാണെന്ന് തോന്നുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ധാരാളം മണ്ണിട്ട് ഇങ്ങനെ നികത്താനുണ്ട്. ഇനിയും ധാരാളം ഈ സ്റ്റേഡിയം ഇനിയും പുരോഗമിക്കാനുണ്ട്, പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ നിന്നിരിക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത്. ചിന്നാടൻ എന്നാണ് തോന്നുന്നു. ചിന്നാടൻ ടൂറിസ്റ്റ് ബസ്സാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തും നമ്മളൊരു ടൂറിസ്റ്റ് ബസ് കണ്ടു, കട്ടകൻ. രണ്ടും ഒരു പാർട്ടിയുടെ ആയിരിക്കാം അവർ, പക്ഷേ അവർ പാർക്ക് ചെയ്തിരിക്കുന്നു. ഫ്രീ ആയിട്ട് സ്ഥലം കിട്ടിക്കൊണ്ടായിരിക്കാം പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥലം, സ്റ്റേഡിയത്തിൻ്റെ വിശാലമായ ഈ സ്റ്റേഡിയം അയിരൂർ കഥകളി ഗ്രാമം വില്ലേജിലാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും വേലി ഫെൻസിങ് ഒക്കെ കറക്റ്റായിട്ട് നടത്തിയിട്ടുണ്ട്. ഇത് കാണാം നമുക്കിവിടെ. അപ്പം അതെല്ലാം ഉണ്ട്. കമ്പൗണ്ട് വാളൊക്കെ പണിതിട്ടുണ്ട്. കയറി വന്ന ഭാഗം ഇതാണ്. ഈ കനാലിൻ്റെ ഈ ഒരു പശ്ചാത്തലം ഉണ്ട് ഇവിടെ. കനാൽ മുകളിൽ കൂടെ പോകുന്നു, അതിൻ്റെ മുകളിൽ റോഡും ഉണ്ട്. അപ്പോൾ വെള്ളം ഇറിഗേഷൻ പ്രോജക്റ്റിലൂടെ കൃഷി വളരെ കുറച്ചേ ഇപ്പോൾ നടക്കുന്നുള്ളൂ അയിരൂർ കഥകളി ഗ്രാമം വില്ലേജിൽ. പണ്ട് അയിരൂർ വില്ലേജ് എന്നറിയപ്പെടുന്ന ഇപ്പോൾ അത് അയിരൂർ കഥകളി ഗ്രാമം വില്ലേജ്. കാരണം ഇവിടെ കഥകളിക്ക് വളരെ പ്രശസ്തമായ കേരളത്തിൻ്റെ തനതായ കഥകളിയുടെ ഒരു പരിശീലന കളരിയൊക്കെ ഇവിടെ ആരംഭിക്കാനായിട്ട് കൂത്തമ്പലം മാതൃകയിൽ ഇതിനടുത്ത് തന്നെ സ്ഥലം ഒക്കെ ചെയ്തിട്ടുണ്ട്. പമ്പ നദിയുടെ തീരത്ത് തന്നെയാണ്. ചെറുകോൽപ്പുഴ പമ്പ നദിയുടെ തീരത്ത് എല്ലാ വർഷവും പത്തനംതിട്ട ജില്ലാ കഥകളി മേള നടക്കാറുണ്ട്. അത് കഥകളി ക്ലബ്ബ് തുടങ്ങിയ വർഷം മുതൽ അതുണ്ട്. ഏകദേശം 30 വർഷത്തിന് മേളിലായി ആ ഒരു പരിപാടി അവിടെ നടക്കുന്നു. എല്ലാ വർഷവും ഉണ്ട്. ഈ പ്രാവശ്യവും ഡിസംബറിലുണ്ടാകും. ഡിസംബറിലാണ് നടക്കുന്നത്. ഇവിടെ കണ്ടോ, ഇനി ധാരാളം ഇവിടെ പ്രവർത്തനം സജ്ജമാകാനായിട്ട് ഈ സ്റ്റേഡിയം കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. 2 ഫുട്ബോൾ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഞാനിത് കാണിക്കുന്നു. കാരണം ഈ ഫുട്ബോൾ സ്റ്റേഡിയമായിട്ട് വികസിപ്പിക്കാൻ പറ്റിയ, പണ്ട് ഫുട്ബോളിനും വോളിബോളിനും ഒക്കെ പേരുകേട്ട ഗ്രാമമായിരുന്നു അയിരൂർ. സെവൻസ് ഫുട്ബോളൊക്കെ ഇവിടെ അയിരൂർ പമ്പാ തീരത്ത് ചെറുകോൽപ്പുഴ മണപ്പുറത്ത് നടന്നിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ. തുടർച്ചയായി എല്ലാ വർഷവും നടക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് നിന്നിരിക്കുകയാണ് വർഷങ്ങളായി. അപ്പം പഴമക്കാർ ഇപ്പോഴും ഉണ്ട്, പഴയ തലമുറയിൽപ്പെട്ട. അതായത് എൻ്റെയൊക്കെ പ്രായം 63. ജ്യേഷ്ഠ സഹോദരന്മാരും ഒക്കെ ഇവിടെ വന്ന് കളിച്ചവരുണ്ട്. തിരുവല്ലയിൽ നിന്ന് പോലും ദൂര സ്ഥലങ്ങളിൽ നിന്ന് സെവൻസ് കളിക്കാൻ ഇവിടെ എത്താറുണ്ടായിരുന്നു. അത് ഈ സ്റ്റേഡിയത്തിലല്ല, അത് പമ്പ മണപ്പുറത്തുള്ള ആ മണൽ നിറഞ്ഞ പരിസരത്ത്. അവിടെ ഉണക്ക സമയത്ത് വെള്ളം കുറയുമ്പോൾ ആ മണൽപ്പരപ്പിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിക്കാം. ഈ സ്ഥലം ഇവിടെ അക്വയർ ചെയ്ത് ഈ സ്റ്റേഡിയം പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 വർഷമെങ്കിലും ഒരു 15 വർഷമെങ്കിലും കുറയാതായിട്ടുണ്ടെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. പക്ഷേ ഈ സ്റ്റേഡിയം എങ്ങും പൂർത്തിയാകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കൂടുതലും കലാകാരന്മാരൊക്കെ ഉണ്ടെങ്കിലും സ്പോർട്സിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അയിരൂർ ഗ്രാമപഞ്ചായത്ത് ശ്രദ്ധ പതിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ സ്റ്റേഡിയം വളർത്തി യുവതലമുറയെ സ്പോർട്സിലേക്ക് അനയിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തുഫാൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ധാരാളം പേരെ ഡ്രഗിൽ നിന്നുമൊക്കെ മുക്തരാക്കി നമുക്ക് അവരുടെ മനം മാറ്റം സംഭവിപ്പിച്ചാൽ അവരെ ഇങ്ങനെ കളികളിലൊക്കെ ഏർപ്പെടുത്താനുള്ളതേ ഉള്ളൂ. സ്റ്റേഡിയം വികസനം അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത് കുറച്ചുകൂടി നഗരാനിരിക്കുന്നു. ഈ വെള്ളം കയറാത്ത മഴക്കാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാതെ കുറച്ചുകൂടി പൊങ്ങി വന്നാൽ ഈ സ്റ്റേഡിയം ഏകദേശം ഈ കോമ്പൗണ്ട് വോൾ കെട്ടിയിരിക്കുന്നതിൻ്റെ പകുതിയോളം ഉയർത്തിയാൽ, കോമ്പൗണ്ട് വോളിൻ്റെ പകുതിയോളം ഉയർത്തിയാൽ, മണ്ണ് ആ കൂന കൂട്ടിയിരിക്കുന്ന ഭാഗം അത്രയും ലെവലിൽ ഉയർത്തിയാൽ മാത്രമേ ഈ സ്റ്റേഡിയം പ്രവർത്തന സജ്ജമാകൂ, കളിക്ക് യോഗ്യമായ രീതിയിൽ നമുക്ക് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. കൂനുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും മണ്ണ് ധാരാളമായിട്ട് ഇവിടെ കയറേണ്ടതുണ്ട്. ഇതിന് നല്ലൊരു ഫണ്ട് വകയിരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പ്രതീക്ഷിക്കാം. അയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് മറ്റ് മെമ്പർമാരുടെ ശ്രദ്ധയിലേക്ക് ഇത് പബ്ലിക് ഫണ്ടോടുകൂടി തന്നെ വികസിപ്പിച്ചെടുക്കാനും സാധിക്കും. ഗവൺമെൻറ്റും ഫണ്ട് അനുവദിച്ചാൽ തീർച്ചയായിട്ടും കേരള സർക്കാർ അതിന് പ്രാമുഖ്യം. പത്തനംതിട്ട ജില്ലയിലാണിത്, അയിരൂർ കഥകളി ഗ്രാമം വില്ലേജ്, റാന്നി താലൂക്കിൽ. അപ്പോൾ ഞാൻ ജയപ്രകാശ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ സജ്ജമാക്കിയത് ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ
മാമാങ്കം നടക്കുന്ന സമയത്ത് തന്നെയാണ്. അപ്പോൾ ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. അപ്പോൾ നന്ദി. വീണ്ടും കാണാൻ അടുത്ത വീഡിയോയുമായി.